ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതിയും കുടുംബവും ദേവിമലയിൽ പൂജാവിധികൾക്കായിട്ട് എത്തിയിരിക്കുകയാണ്. അഗ്നിപൂജ ചെയ്യുന്നതോടുകൂടി തൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അവസാനിക്കണം. അതുകൊണ്ട് തന്നെ അത്ര വ്രതശുദ്ധിയോടുകൂടിയാണ് ഗോമതി പൂജയ്ക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥനകൾ മാത്രം. അപ്പം നമ്മുടെ സ്വാമി പോയിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അഗ്നിപൂജ തുടങ്ങുമ്പോൾ തന്നെ പല തടസ്സങ്ങളും ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും പൂജയ്ക്ക് ഇരുന്നിട്ടുള്ള ആരും എഴുന്നേക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിപൂജയെ പ്രതികൂലമായി ബാധിക്കും. അത് കുടുംബത്തിന് കൂടുതൽ ദോഷം വരുത്തി വെക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേട്ടോ പൂജാവിധിയിൽ പങ്കെടുക്കാനായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ആര്യനും എത്രയും വേഗം തന്നെ ദേവിമലയിൽ എത്തിച്ചേരാനായിട്ട് വളരെ സ്പീഡിൽ തന്നെയാണ് കേട്ടോ എത്തുന്നത്. അങ്ങനെ അഗ്നിപൂജ ആരംഭിക്കുകയാണ്. അഗ്നിപൂജ ആരംഭിച്ച് കഴിയുമ്പോൾ സ്വാമി പോറ്റി പറയും ഗോമതിയോട് ഈ ഹോമകുണ്ടത്തെ വലം വെച്ചിട്ട് വരാനായിട്ട് പറയും കേട്ടോ. അപ്പം ഗോമതിയുടെയും കുടുംബത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടാതെ ഹരീന്ദ്രനാണെങ്കിൽ ആലോക കൊടുത്തയച്ചിരിക്കുന്ന ഒരു ആണി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോമതിയുടെ കാലിൽ അത് തറച്ച് കയറുമ്പം ഗോമതിയുടെ ബാലൻസ് തെറ്റി ആ ഹോമകുണ്ടത്തിലേക്ക് തലയിടിച്ച് വീഴ്ത്തണം. അതാണ് അവരുടെ പ്ലാൻ കേട്ടോ. അപ്പം നമ്മുടെ പാവം ഗോമതി ഇതൊന്നും അറിയാതെ ഹോമകുണ്ടത്തെ വലം വെക്കാനായിട്ട് എഴുന്നേറ്റ് വരികയാണ്. അപ്പം എഴുന്നേറ്റ് വരുമ്പം തന്നെ ആദ്യത്തെ ഒരു വലം കുഴപ്പമില്ലാതെ തന്നെ നടന്ന് വരും കേട്ടോ. അതിനുശേഷവും പ്രദക്ഷിണം വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാലിൽ ആണി തറച്ച് കയറുക. അപ്പം എല്ലാവരും അത് കാണും. അപ്പം പേടിച്ചു പോവാണ്. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശും ആനന്ദം എഴുന്നേക്കാനായിട്ട് തുടങ്ങുമ്പോൾ സ്വാമി പോറ്റി പറയും, അരുത്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ എഴുന്നേക്കാൻ പാടില്ല. അത് കൂടുതൽ ദോഷം വരുത്തി വെക്കുകയുള്ളൂ. പൂജകൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഈ അഗ്നിപൂജ നടക്കുമ്പോൾ ഇങ്ങനെ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നത് പതിവാണ്. ഇതൊക്കെ തരണം ചെയ്ത് ഈ പൂജാവിധി നിങ്ങൾ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറൂ എന്ന് പറയുകയാണേ. അപ്പം നമ്മുടെ ഗോമതി ആണെങ്കിൽ കാലിൽ ആണി തറച്ച് കയറിയിട്ടും കണ്ണും അടച്ചും പ്രദക്ഷിണം വെക്കുക. അത് കാണുന്ന ബാലൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുവാണ് കേട്ടോ. തൻ്റെ ഗോമതി എത്രമാത്രം വേദനയെ സഹിക്കുന്നത്. അപ്പോൾ ഗോമതിയുടെ കാലിലാണ് ആണി തറച്ചിരിക്കെങ്കിലും അതിൻ്റെ വേദന മുഴുവനും നമുക്ക് നമ്മുടെ ബാലൻ്റെ കണ്ണുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മക്കൾക്കും കണ്ണ് നിറയുക. അമ്മേനെ ഒന്ന് സഹായിക്കാൻ പോലും പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വേദനിച്ച് നിൽക്കുക. പക്ഷേ ഗോമതി ആണെങ്കിൽ കണ്ണു പോലും തുറക്കാതെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പം ആ ഗോമതി നടക്കുന്ന പാതകളിലൊക്കെ ഒത്തിരി 2-3 ആണുകൾ കിടപ്പുണ്ട്. പക്ഷെ ആരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നില്ല. അപ്പോൾ ഗോമതി അടുത്ത പ്രദക്ഷിണം വെക്കുമ്പോൾ വീണ്ടും കാലിൽ ആണി തറച്ച് കയറുക. അപ്പോൾ അതോടെ നമ്മുടെ ഗോമതിയുടെ ബാലൻസ് തെറ്റുവാണ്. അപ്പം പെട്ടെന്നാണ് ഗോമതി ആണെങ്കിൽ അഗ്നികുണ്ഡത്തിലേക്ക് വീഴാൻ തുടങ്ങുമ്പോഴത്തേക്കും ആര്യനോടി വന്ന് ഗോമതിനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സമാധാനവും. അമ്മേ, ഇതെന്താ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനാണെങ്കിൽ അമ്മേനെ പിടിച്ച് നേരെ നിർത്തുക. എന്നിട്ട് ആര്യൻ നോക്കുമ്പം ഹോമകുണ്ടത്തിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ആണികളൊക്കെ കിടക്കുക. ഇതാരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണല്ലോ എന്ന് കരുതി ആര്യൻ പെട്ടെന്ന് അത് നീക്കം ചെയ്യുവാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഒന്നും ആരെയും അറിയിക്കുന്നില്ല കേട്ടോ. ആരും വന്ന് ഗോമതിക്ക് ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാവുക. പക്ഷെ അതോടുകൂടി ഹരീന്ദ്രന് പേടിയാവുക. കാരണം ആര്യനാ ആണി അവിടെ കിടക്കുന്നത് കണ്ടതാ. സംശയത്തോടെ ചുറ്റും ആൾക്കാരെ നോക്കുന്നതും ഹരീന്ദ്രൻ കാണും. അതുകൊണ്ട് തന്നെ അയാൾ പേടിച്ച് ആരണ്ടങ്ങ് മാറി നിൽക്കുക. അപ്പം അയാളുടെ ഈ പതർച്ചയൊക്കെ ആര്യൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ പൂജാവിധികളിൽ തടസ്സം സൃഷ്ടിക്കേണ്ടെന്ന് കരുതി ആര്യൻ ആ സമയത്ത് മിണ്ടാതെ ഇരിക്കും. എന്നിട്ട് ബാലനപ്പോൾ ചോദിക്കും, നീ എന്താ വൈകിയത് എന്ന് ചോദിക്കുക. അതച്ഛാ, ഇപ്പോഴാണ് ജോലി കഴിഞ്ഞത്. അല്ല, ഞാൻ വൈകി വന്നത് നന്നായല്ലോ, അതുകൊണ്ടല്ലേ അമ്മേനെ എനിക്ക് അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയത് എന്ന് പതിയെ പറഞ്ഞിട്ട് ആരിനും അടുത്തിരിക്കും കേട്ടോ. അതിനുശേഷം സ്വാമി പോറ്റി പൂജാവിധികൾ ചെയ്യുക. എന്തായാലും അഗ്നിപൂജ ഒരു തടസ്സവും സൃഷ്ടിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹരീന്ദ്രൻ പേടിച്ചാണെങ്കിലും ആദ്യത്തെ പ്ലാൻ അവരുടെ നടന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കണമല്ലോ എന്ന് കരുതുക. അപ്പോഴാണ് സ്വാമി പോറ്റി ഹോമകുണ്ടത്തിൽ ഒഴിക്കാനുള്ള നെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹരീന്ദ്രനെ വിളിക്കുന്നത്. അപ്പോൾ ഹരീന്ദ്രനാണെങ്കിൽ ആ നെയ്ക്കകത്ത് കൂടുതൽ ആളി കത്താനുള്ള ഇന്ധനങ്ങൾക്ക് ഒഴിച്ചിട്ടാണ് സ്വാമിപൂരിയുടെ കയ്യിലേക്ക് അത് നൽകുന്നത്. അത് ഹോമകുണ്ടത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും തീ ആളി കത്തുവാണ്. അപ്പോൾ എല്ലാവരും പേടിച്ചു പോവുക. ഇതെന്താ ഇവിടെ ഇത്രയേറെ അനർത്ഥം എന്നും കരുതി സ്വാമി പോറ്റിയും പെട്ടെന്ന് ദേവിയെ വിളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്വാമി പോറ്റി പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവരെ പിടിച്ചിരുത്താണ്. അതിനുശേഷം അദ്ദേഹം ഹോമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലി എന്തൊക്കെ പറഞ്ഞാലും അഗ്നി ശാന്തയാവുകയാണ്. അപ്പോൾ സ്വാമി പോറ്റി പറയും, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് ഈ പൂജയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു പരിധി കഴിയുമ്പം അഗ്നി ആളിക്കത്തും, പക്ഷെ പതിയെ ശാന്തമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പൂജാവിധികൾ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ആലോകും
അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ഇവർ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം തന്നെ ആലോകിനങ്ങ് ദേഷ്യം വരിക. അപ്പം ഹരീന്ദ്രനാണെങ്കിൽ ആലോകിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, സാർ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, പക്ഷെ അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം ആലോക് പറയും, ആ ആര്യൻ അവൻ ഒരുത്തൻ കാരണമാണ് എൻ്റെ പ്ലാൻ മുടങ്ങിയത്. ഇവനിങ്ങനെ വൈകിയ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അവൻ വരുത്തേ ഇല്ലെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ആലോക് പറയും. സാർ എനിക്ക് ഇപ്പം തന്നെ പേടിയാവുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും വേഗം പൊക്കോ. ഇപ്പം തന്നെ ആ വീട്ടുകാർക്ക് ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എന്തോ സംശയമുണ്ട്. ഇപ്പം വന്ന ആ പയ്യൻ ഇവിടെ എല്ലാം ചുറ്റുപാട് നോക്കുന്നത് ഞാൻ കണ്ടതാ. എന്നെയും ഒരു സംശയദൃഷ്ടിയോട് കൂടിയാണ് നോക്കിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ ഇവിടുന്ന് പൊക്കോ. അച്യുത സാറിൻ്റെ മോനൊരു അപകടം വരുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ ആയാലും പിടിച്ചു നിന്നോളാം, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ആലോകിനെ അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം ആരിന് സംശയം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആലോകിനും സംശയം ഏതുമില്ല. കാരണം ആലോകം കണ്ടതാ ആരിന് സംശയദൃഷ്ടിയോടുകൂടി ചുറ്റും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലോക് അവിടുന്ന് പോകാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. എന്തായാലും അഗ്നിപൂജ നന്നായിട്ട് തന്നെ നടക്കും. പൂജാകർമ്മങ്ങളിൽ പിന്നെ തടസ്സമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഗോമതി ആഗ്രഹിച്ച പോലെ തന്നെ പൂജക വിധികളൊക്കെ നല്ല സമ്പൂർണ്ണമായിട്ട് അവസാനിക്കുമ്പം എല്ലാവർക്കും സന്തോഷമാവും. സ്വാമിപ്പോറ്റി അവസാനം പറയും, ദേവി നമ്മൾ നടത്തിയ പൂജയിൽ പ്രീതിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറി. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദോഷവും ഉണ്ടാവാനും പോകുന്നില്ല. ഇപ്പം തന്നെ വലിയൊരു അപകടത്തിൽ നിന്നല്ലേ ഗോമതി രക്ഷപ്പെട്ടത്. ഗോമതിയെ രക്ഷപ്പെടുത്താൻ ഗോമതിയുടെ മകൻ തന്നെ നിമിത്തമാവുകയും ചെയ്തു. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദോഷവും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പ്രശ്നം നോക്കി പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് ഗോമതിക്ക് സമാധാനമാകുന്നത്. എന്നാൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ വെറുതെ സംഭവിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആര്യ എന്ന് ആനന്ദ് ചോദിക്കും. അപ്പം ആര്യം പറയും, ഇല്ല ചേട്ടാ, അങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ആ കൃഷ്ണമംഗലത്തുകാർ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ആ പൂജാവിധികൾക്ക് സഹായിക്കാനിരുന്ന ആള് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അയാളെ ശരിക്കും പിടിച്ചൊന്ന് കുടഞ്ഞാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആകാശ് പറയും, അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. ആ ആലോകും അച്യുതനും അവർ തന്നെ ഇതിനൊക്കെ പിന്നിൽ, അല്ലാതെ ഇത്രയും നീച പ്രവർത്തികൾ ചെയ്യാൻ വേറെ ആർക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം ആനന്ദ് പറയും, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മുടെ അമ്മേനെ അവർ കൊല്ലാനായിട്ട് നോക്കിയത്. ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ദേവമംഗലത്ത് കയറി അവർ ഇതിലും വലുത് പണിയും. നമുക്കാർക്കും അവരെ ഭയമാണെന്ന് പേടിച്ച് അവർ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ കുടുംബം തന്നെ തകർക്കാനായിട്ട് നോക്കും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്ന് പറയാൻ കേട്ടോ. അതേസമയം രാജശ്രീ ആണെങ്കിൽ ആലോകിനെ കിടന്ന് ഫോൺ വിളിയാ. പക്ഷേ ആലോക് എടുക്കുന്നുമില്ല. അപ്പം നേരെ തന്നെ നമ്മുടെ ആര്യനും കൂട്ടരും ഹരീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. അല്ല, നിങ്ങൾ പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അയാൾ അവിടെ നിൽക്കും. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, നിങ്ങളെ ഒന്ന് കാണാൻ തന്നെയാണ് വന്നത്. മര്യാദയ്ക്ക് സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇനിയും ജോലി തുടരാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുടെ അമ്മയെ കൊല്ലാൻ നിങ്ങളാ ഓരോ പ്രവൃത്തികൾ ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ എല്ലാവരുടെ അടുത്തും പറയും, അത് തെളിവ് സഹിതം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാൾ പേടിച്ചു പോകും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവിടെ ആണികൾ കിടക്കുന്നത്. അത് മനഃപൂർവ്വം അവിടെ ആരോ കൊണ്ടിട്ടതാണെന്ന് പറയാം. അതിന് പിന്നെ താനാണെന്ന് പറയാം. താനാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അത് 2 അടി അങ്ങ് വെച്ച് കൊടുക്കുമാരൻ. അതോടുകൂടി അയാൾ പേടിച്ച് വിറയ്ക്കുകയാണ്. സത്യം ഇപ്പം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോലീസിൽ കേൾപ്പിക്കുമെന്ന് ആനന്ദും പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അയാൾ സത്യാവസ്ഥ എല്ലാം പറയാണ്. ആലോകാണ് ഇതിന് പിന്നിലെന്നും കാശ് തന്നെന്നും അച്യുതനോട് അയാൾക്കുള്ള കടപ്പാടിൻ്റെ കഥയും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുക. ഓഹോ, അവരാ ഇതിന് പിന്നിൽ നിന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും വലിയ നീചപ്രവൃത്തി ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ ചെയ്യാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒന്നുമല്ലേലും ഈ അമ്പലത്തിലെ ഒരു ആളല്ലേ താനും. എന്തായാലും താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയും തനിക്ക് തന്നെ ലഭിക്കും എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുക. അപ്പോൾ ആകാശ് ചോദിക്കും, നമുക്ക് അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ മതിയോ? അവനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം പൊക്കാൻ പറ്റിയാൽ അവനിട്ട് 2 എണ്ണം കൊടുത്തു തന്നെ വിടാം. നമ്മുടെ അമ്മേനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് അവനങ്ങനെ സമാധാനത്തോടെ ജീവിക്കണ്ട എന്ന് ആകാശ് പറയുക. അത് കേൾക്കുമ്പോൾ ആര്യം പറയും, അതെ ഏട്ടാ, നമുക്ക് ഇപ്പം തന്നെ അവനെ പിടിക്കാം എന്നും പറഞ്ഞ് ആലോകിൻ്റെ പുറകെ പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ആലോക് അവൻ്റെ പിന്നാലെ വരുന്ന മൂവർ സംഘത്തെ കാണുന്നത്. അതോടുകൂടി പേടിച്ച് വിറക്കുകയാണ്. അപ്പം അവിടെ കിടന്ന പത്തലൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ആകാശവും ആനന്ദും ആര്യനും കൂടി ആലോകിൻ്റെ പിന്നാലെ പോകുന്നത്. എന്തായാലും ആലോകിനെ പിടികെട്ടി അവനിട്ട് നല്ല അടി വെച്ച് കൊടുക്കുക. ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഈ വക ചെറ്റ പരിപാടി കാണിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഇത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഈ അടികൾ എൻ്റെ അമ്മേനെ കൊല്ലാനാണ് നീ നോക്കിയിരിക്കുന്നത്. ഇത്രയും കാലം നീ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചതൊക്കെ ഞങ്ങൾ കണ്ണടച്ച് വിട്ടിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇതിൻ്റെ പ്രത്യാഘാതം എന്തൊക്കെയാണെന്ന് നീ
ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആലോകനിട്ട് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലനും ഗോമതിയൊക്കെ അങ്ങോട്ട് വന്ന് അവരെ പിടിച്ചു മാറ്റും. അപ്പോൾ ഗോമതി പറയും, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവനെ എന്തിനെങ്ങനെ തല്ലുന്നത്? അമ്മ ഒന്നും പറയണ്ട. അമ്മേനെ ഉപദ്രവിക്കാൻ ഇവൻ മനഃപൂർവ്വം ചെയ്തതാ. അമ്മ നടന്ന പ്രദക്ഷിണ പാതയിൽ കൊണ്ട് ആണിയിട്ടത് ഇവനാ എന്നൊക്കെ ആകാശ് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലന് നല്ല ദേഷ്യം വരും. അപ്പോൾ ബാലനാണെങ്കിലും ആലോകനിട്ടൊരു അടി കൊടുക്കും. എന്നിട്ട് പറയും, ഇത്രയും കാലം നീയും നിന്റെ വീട്ടുകാരും ചെയ്തത് എല്ലാ കൊള്ളരുത്തായ്മകളും ഞാൻ കണ്ണടച്ച് വിട്ടതേ ഉള്ളൂ. എൻ്റെ മക്കളോടും നിങ്ങളോട് പ്രശ്നത്തിന് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതെൻ്റെ ഗോമതിയെ തന്നെയാണ് നീ ഇല്ലാതാക്കാൻ നോക്കിയത്. ഇതിന് ഉള്ള ഫലം നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നീ ചെല്ല്. നിന്നെ കാത്ത് നിന്റെ അച്ഛനും അമ്മയും വീട്ടിലിരിപ്പുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് നീ ചെല്ലെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ബാലനാണെങ്കിൽ ആരിൻ്റെയും ആകാശിൻ്റെ ആനന്ദിൻ്റെ പിടിയിൽ നിന്ന് അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം തല്ലും കൊണ്ട് കയറി വരുന്ന ആലോകിനെ കാണുമ്പോൾ രാജശ്രീ നെഞ്ച് തടിച്ചോണ്ട് ഇറങ്ങി ചെല്ലുമോ. അയ്യോ മോനെ, നിനക്ക് ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക. അതമ്മേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദൈവകാര്യത്തിന് ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കാനൊന്നും പോവണ്ടെന്ന്, എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. ഇതും അവർ കണ്ടുപിടിച്ചല്ലേ എന്ന് ചോദിക്കുക. അപ്പം ആലോക തലയും കുനിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ ഇന്ദ്രാമയും അതുപോലെ തന്നെ ആനന്ദനും ഒക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇന്ദ്രാമ ചോദിക്കും, നീ എന്താ രാജശ്രീ ഈ പറഞ്ഞത്? അതൊന്നുമില്ല, നിന്നോടാ ചോദിച്ചത്. ഗോമതിനെ കൊല്ലാൻ ഇവൻ ആളെ വിട്ടെന്നോ? കാര്യം ഇപ്പം തന്നെ തുറഞ്ഞു പറഞ്ഞോണം. അപ്പം അത് കേൾക്കുമ്പം അച്യുതനും ഞെട്ടി നിൽക്കുക. ആ പൂജയ്ക്ക് തടസ്സം സൃഷ്ടിക്കണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ചാലും ഗോമതിയെ കൊല്ലാനൊന്നും അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് രാജശ്രീ പറയും, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവരെ അഗ്നിപൂജ നടത്തുന്നതിന് ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവൻ അവിടുന്ന് പോയത്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയാം. നീ കൂടുതലും ന്യായീകരിക്കൊന്നും വേണ്ട. നിന്റെ മകൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാലോ. എൻ്റെ മകളും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. നീയൊക്കെ എത്ര രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നു. എന്നിട്ടും അവരെന്തെങ്കിലും പ്രശ്നത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇപ്പം തന്നെ എൻ്റെ ധർമ്മൻ്റെ കല്യാണക്കാര്യത്തിലും അവന് ആയിട്ട് ഒരു രീതിയിലും ഇണങ്ങാത്തൊരു പെണ്ണിൻ്റെ അവൻ്റെ തലയിലും കെട്ടിവെച്ചു നിങ്ങളെല്ലാം കൂടി. ഇതൊക്കെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളല്ലേ. ഇപ്പം എൻ്റെ ഗോമതിയെ പോലും അപകടപ്പെടുത്താവുന്ന രീതിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ ചേതോവികാരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇന്ദ്രാമ പറയൂട്ടോ. അത് കേൾക്കുമ്പം അനന്തം പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയാം. ഇവൻ തല്ലും കൊണ്ടിപ്പോൾ വന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ അനന്ത? എൻ്റെ ഗോമതിയെ അപകടപ്പെടുത്താൻ നോക്കിയതിന് അവളുടെ മക്കൾ ഇവനിട്ട് നന്നായിട്ട് പെരുമാറിയതാണ് ഈ കാണുന്നത്. ഇവൻ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ നമ്മുടെ ഇന്ദ്രാമ പറയൂട്ടോ. അപ്പോൾ ഇന്ദ്രാമ ഈ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് പെട്ടെന്ന് സുകന്യയും കൃഷ്ണമംഗലത്തേക്ക് കയറി വരിക. അപ്പോൾ അവിടെ ഒരു സംസാരം നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ വാതക്കൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കൃഷ്ണമംഗലത്തെ സർവ്വ സ്വത്തും ഗോമതിയുടെ പേരിലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനൊരു മനമാറ്റം. ഇപ്പം അവളെ കൊന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെയൊക്കെ പേരിലാക്കിയെടുക്കാൻ നിങ്ങളുടെയൊക്കെ പ്ലാനെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവളൊക്കെ ഇറക്കി വിട്ടാൽ നീയൊക്കെ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ആ അവസ്ഥയിലാണ് നിൻ്റെയൊക്കെ നിലനിൽപ്പെന്ന് എപ്പോഴും ആലോചിക്കുന്നത് നന്നായി. അവളുടെ ഭിക്ഷയാണ് നിങ്ങളുടെ ഈ ജീവിതം, അത് മറക്കണ്ട. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയൊക്കെ എതിരെ ആദ്യം ഇറങ്ങുന്നത് ഈ ഇന്ദ്രാമിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവുക. അപ്പോൾ സുഗനി ഇത് കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. എന്ത് കൃഷ്ണമംഗലത്തെ സർവ്വസ്വത്തിൻ്റെ അവകാശി ഗോമതി ചേച്ചിയാണെന്നോ? ഗോമതി ചേച്ചിയുടെ കയ്യിലെ സ്വത്തുക്കളായിട്ടാണോ ഗോമതി ചേച്ചി വന്ന് ലളിതമായിട്ടാണ് ജീവിക്കുന്നത്? പക്ഷേ ഇവിടെയുള്ളവരും അങ്ങനെ അല്ല താനും. ഇനി എന്തായാലും ഗോമതി ചേച്ചിയോട് ദേഷ്യപ്പെടാനൊന്നും പാടില്ല, അടുത്തിടപഴക തന്നെ വേണം എന്ന് ചോദിക്കാം. എന്നിട്ട് ആലോകം എല്ലാവരും അങ്ങ് കയറി പോകട്ടോ. അപ്പോഴാണ് രാജശ്രീ വാതിക്കൽ നിൽക്കുന്ന സുകന്യനെ കാണുന്നത്. അല്ല സുകന്യ, നീ എന്തെങ്കിലും മാറി നിൽക്കുന്നത്? കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കും. എന്താ ചേച്ചി ഇവിടെ ഒരു ബഹളം? അതൊന്നുമല്ല, എന്തോ കാര്യമുണ്ട്. അതോ ആലോകേ ആ പൂജയിൽ എന്തൊക്കെയോ തടസ്സം സൃഷ്ടിക്കാനായിട്ട് പ്രവർത്തിച്ചു. അത് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അവനിട്ട് തല്ലും കൊടുത്ത് വിട്ടിരിക്കുക. ഇതൊന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മകനെ വേദനിപ്പിച്ച് വിട്ടാ ഗോമതിയുടെ മക്കൾക്കും വേണ്ട ശിക്ഷ എന്തായാലും ഞാൻ കൊടുക്കും. അല്ല ചേച്ചി, ഗോമതി ചേച്ചിയുടെ പേരിലാണോ കൃഷ്ണമംഗലത്തെ സ്വത്തുക്കളൊക്കെ? ഇവിടുത്തെ അമ്മ അങ്ങനെ പറയുന്ന കേട്ടല്ലോ. അങ്ങനെ ഒരു അബദ്ധമുണ്ട്. ഇവിടുത്തെ അച്ഛൻ വിൽപ്പത്രം അവളുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവൾക്ക് ഈ കുടുംബത്തിലെ സർവ്വ സ്വത്തിൻ്റെ മേൽ അവകാശം എന്ന് പെട്ടെന്ന് നമ്മുടെ രാജശ്രീ ദേഷ്യപ്പെട്ടങ്ങ് പറയുവേ. അതെയോ, ഇത് ഗോമതി ചേച്ചിക്ക് അറിയത്തില്ലേ? ചേച്ചിയുടെ രീതികളൊക്കെ കണ്ടാൽ ഇതൊന്നും അറിയാവുന്ന പോലെ തോന്നില്ലല്ലോ. അവക്കെല്ലാം അറിയുകയൊക്കെ ചെയ്യാം, അവളൊന്നും പ്രകടിപ്പിക്കാത്തതാ എന്ന് പറഞ്ഞിട്ട് രാജശ്രീ അങ്ങോട്ട് ചവിട്ടിത്തുള്ളി പോവാണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ സുകന്യയ്ക്ക് അങ്ങ് സന്തോഷം വരിക. ഇതിപ്പം തന്നെ അറിഞ്ഞത് എന്തായാലും നന്നായി. ഗോമതി ചേച്ചിനെ കൂടുതൽ പിണക്കാൻ നിൽക്കണ്ട. ഗോമതി ചേച്ചിയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാണെങ്കിൽ ആ സ്വത്തിൻ്റെ ഒരു ഭാഗം എന്തായാലും അനിയനായ ധർമ്മേട്ടൻ എഴുതി വെക്കാതിരിക്കില്ല. അതിലൂടെ അതിൻ്റെ പങ്ക് എനിക്കും പറ്റാം എന്നൊക്കെ പറഞ്ഞ്
ചവിട്ടിത്തുള്ളി സുകന്യയും ദേവമംഗലത്തേക്ക് അങ്ങ് പോവാട്ടോ. അപ്പോൾ ദേവമംഗലത്തെ എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മിത്രയും ദേവി അറിയുമ്പം അവർക്ക് ഒരുപാട് സങ്കടമാവുക. ഓ, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത് അല്ലേ അമ്മേ എന്ന് ദേവി ചോദിക്കും. അതേ മോളെ, വലിയൊരു അപകടം അവിടെ നമ്മളെ പതിഞ്ഞിരുന്നത് എന്ന് പറയാം. അപ്പം മിത്ര പറയും, എന്നാലും ഈ കൃഷ്ണമംഗലത്തുള്ളവർ ഇത്ര ദുഷ്ടതരമായി പോയല്ലോ, എൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ അവിടെയുള്ളവർ, അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പം ബാലൻ പറയും, ആ അനന്തൻ അവനത്ര വിഷമല്ല, പക്ഷേ അച്യുതനും അവൻ്റെ മകൻ ആലോകും അവരത്രയേറെ വിഷമുള്ളവരാ, അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ അനുസരിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അനുസരി പറയും, അച്ഛാ ആലോക് ഇതൊക്കെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആരും ചോദിക്കും, എന്താ നിനക്ക് അവൻ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിൽ ഇത്ര സംശയം എന്ന് ചോദിക്കും. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളേട്ടാ എന്ന് പറയാ. ചിലപ്പം ആ ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ആലോകനെ കൊടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞതാണെങ്കിലോ, ഒരു സാധ്യത തള്ളിക്കളയണ്ടല്ലോ, അവർ നമ്മുടെ ബന്ധുക്കളല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ അങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാം. അപ്പം മീനും ഇത്രയും നമ്മുടെ അനുസരിനെ സംശയദൃഷ്ടിയോട് കൂടി തന്നെ ഇങ്ങനെ നോക്കുവാണ്. അവർ തന്നെ ഇതെല്ലാം ചെയ്തത്, അവൻ അവൻ്റെ വാഗൊണ്ട് പറയുകയും ചെയ്തു, അതിൽ കൂടുതൽ വലിയ തെളിവൊന്നും നമുക്ക് വേണ്ടല്ലോ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമ്മുടെ അമ്മേനെ അവൻ ഉപദ്രവിക്കാൻ നോക്കിയത്, അതിനുള്ള ശിക്ഷ അവർക്ക് എന്തായാലും കൊടുക്കണമെന്ന് മക്കൾ 3 പേരും കൂടി പറയാണ് കേട്ടോ. അപ്പം മീനും പറയും, അതെ അവർ വന്ന് നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് അമ്മ രക്ഷപ്പെട്ടത്, അമ്മയും ഈ കുടുംബവും എല്ലാം നമ്മുടെ രക്ഷപ്പെടുകയും ചെയ്തത്, ഈ പൂജയുടെ ഫലം എന്തായാലും നമുക്ക് ലഭിക്കും എന്ന് പറയാം. ഗോമതി പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഈ പൂജ മുടങ്ങരുതെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ, പൂജ നല്ല രീതിയിൽ നടന്നല്ലോ, ഇതിലും വലിയൊരു സന്തോഷം എനിക്കിനി ഒന്നുമില്ല, നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും അവസാനിച്ചിരിക്കുന്ന ആ സ്വാമി പോറ്റി പറഞ്ഞത്, അതിൽ കൂടുതൽ എന്ത് സമാധാനമാണ് എനിക്ക് വേണ്ടത്, നിങ്ങൾ ഇനി ആരും ഒരു പ്രശ്നത്തിനും കൃഷ്ണമംഗലത്തേക്ക് പോവണ്ട, എനിക്ക് പേടിയാ, അങ്ങനെ ഓരോരോ അപകടങ്ങളാണ് നമ്മളെ പതിഞ്ഞിരിക്കുന്നത്, ഇനിയും എനിക്ക് ഇങ്ങനെ നീറി ജീവിക്കാൻ പറ്റില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരെന്തൊക്കെ ചെയ്താലും നമ്മുടെ കുടുംബത്തെ ഒരു രീതിയിലും അത് ബാധിക്കുന്നില്ലല്ലോ, നമ്മൾ അതുമാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഗോമതി എല്ലാവരോടും പറയാണ് കേട്ടോ. അപ്പം ബാലനും ഒന്നും മിണ്ടാതെ നിൽക്കുക, എന്താ ബാലേട്ടൻ മിണ്ടാതിരിക്കുന്നേ, ഇവരോട് ഒരു വഴക്കിനും ഇനി പോകണ്ടെന്ന് ബാലേട്ടൻ തന്നെ പറയാം. അപ്പോഴത്തേക്കും ബാലൻ പറയും, ഇനി അവരെ ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗോമതി, കളിച്ച് അവർ നിന്റെ ജീവൻ വെച്ചാൽ കളിക്കാൻ നോക്കിയത്, അതുകൊണ്ട് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇതിന് തക്കതായ എന്തെങ്കിലും ശിക്ഷ അവർക്ക് കൊടുക്കണം എന്ന് ബാലനും പറയാം. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഇതിന് ബാക്കിയൊരു ഭാഗം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.